ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇയറിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ചെവികൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ജോലിയാണ്. ഒന്നാമത്തെ ജോലി എന്താ? കേൾവി എന്ന് പറയുന്ന ഒരു സെൻസേഷൻ തരിക. രണ്ടാമത്തെ ജോലി എന്താ? ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ ഇപ്പോൾ നൂന്നാണോ ഇരിക്കുന്നത്, തല താഴ്ത്തിയാണോ വെച്ചേക്കുന്നത്, തല തിരിക്കുന്നുണ്ടോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിന് പറഞ്ഞു കൊടുക്കുന്നതും ഈ പറയുന്ന ചെവി തന്നെയാണ്. അപ്പോൾ രണ്ട് ജോലിയാണ് ഉള്ളൂ. അങ്ങനെയുള്ള ചെവിയെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? ബാഹ്യകർണം അഥവാ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഔട്ടർ ഇയറിനെയും മിഡിൽ ഇയറിനെയും പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ പഠിച്ചേ. ഈ പറയുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പിന്ന എന്ന് വിളിക്കുന്നത്. എന്താ അതിൻ്റെ ജോലി? ഒന്ന് ശബ്ദത്തിനെയൊക്കെ ഇങ്ങനെ ഒരു ഫണൽ ചെയ്തല്ലേ, ഒരു ഇങ്ങനെ കറക്റ്റ് നമ്മുടെ ഈ പറയുന്ന ഓഡിറ്ററി കനാലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ജോലി. ഈ പറയുന്ന നമ്മുടെ ചെവിക്കകത്ത് എന്തുണ്ട്? ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സും സെബവും അല്ലെ ഹിയർ നമ്മുടെ വാക്സും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം പഠിച്ചു. അത് വന്ന് തീരുന്ന ആ ഒരു ഭാഗം അല്ലെ, ഒരു പാട പോലെ ഇരിക്കുന്ന ഒരു ഭാഗം, അതാണ് നമ്മുടെ ടിംപാനം അല്ലെങ്കിൽ കർണപടം നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ എയറിലൂടെ വരുന്ന സൗണ്ട് എന്ന് വെച്ചാൽ എന്തുവാടാ പറഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇവിടെ പഠിച്ചു, ഫിസിക്സിൽ പഠിച്ചു. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വേവാണ് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? അതൊരു വൈബ്രേഷനാണ് അല്ലേ? അതെന്താണ്? ഒരു തരംഗം അല്ലെങ്കിൽ വൈബ്രേഷനാണ്. ഈ തരംഗമാണ് ഇങ്ങനെ വന്ന് ഇതിൽ തട്ടുന്നത്. അപ്പോൾ തട്ടുമ്പോൾ എന്ത് പറ്റും? അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷനെ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യുക. അതിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്ന ജോലിയാണ് ഈ പറയുന്ന നമ്മുടെ ഭാഗം ചെയ്യുന്നത്. ആരാ അതിനെ പറയുന്നത്? ഇയർ ഓസിക്കിൾ എന്ന് പറയും അല്ലെ? ഇയർ ഓസിക്കിളിൽ 3 എല്ലുകളാണുള്ളത്: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് അല്ലേ? ആ 3 എല്ലുകൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നുള്ള വൈബ്രേഷൻ അങ്ങോട്ട് കൊടുത്തിട്ട് എവിടെ കൊണ്ട് കൊടുക്കും? ഇവിടെ കൊണ്ട് നമ്മുടെ കോക്ലിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ വെസ്റ്റിബ്യൂളിൻ്റെ ഭാഗത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നർ ഇയറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ മലയാളം ടേംസ് ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞുതരാം. എങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒരു എല്ലാ ടേംസും ഇങ്ങനെ തന്നെയാണ് നമ്മൾ മലയാളത്തിലും പഠിക്കുന്നത്. കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് ആരെ പറ്റിയിട്ടാണ്? ഇന്നർ ഇയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മുന്നത്തെ ക്ലാസ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്കാണ്, അതുപോലെ തന്നെ ടെലഗ്രാം, അതുപോലെ വാട്സാപ്പ് ചാനൽ ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വരെയുള്ള നോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ബാക്കിയും കൂടി ചേർത്ത് എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നർ ഇയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ഇന്നർ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ വേണം. ഒരു ബാഗ് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു ഒച്ചിനെ പോലെ തോന്നിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ? അപ്പോൾ അതൊരു ബാഗ് പോലെ ഇരിക്കുക നിങ്ങൾക്ക് ഓർമ്മ വേണം. അതിൽ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ? ഇവിടെയാണ് ആര് വന്ന് ചേരുന്നത്? നമ്മൾ ആ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന നമ്മുടെ അവസാനത്തെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് വന്ന് ചേരുന്നത് എവിടെയാണ്? ഈ ഭാഗത്താണ്. ഓക്കെ. അപ്പോൾ നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയും. ഈ ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയും. ഈ വെസ്റ്റിബ്യൂളിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് ചേരും. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ എവിടെയല്ല, കുറച്ചുകൂടി ഈ ഒരു ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് വന്ന് എന്ത് ചെയ്യും? ചേരും. ഈ കണ്ടോ? ഇതാണ് സംഭവം. അപ്പോൾ എന്താ കൊണ്ടുവരുന്നത്? വൈബ്രേഷൻസിനെയാണ് കൊണ്ടുവന്ന് തരുന്നത്. ഇത് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പറയുന്ന ഇയർ ഓസിക്കിളിനകത്തുള്ള മാലിയസ് ആയിക്കോട്ടെ, ഇൻകസ് ആയിക്കോട്ടെ, സ്റ്റേപ്പിസ് ആയിക്കോട്ടെ, ഇത് സൗണ്ടിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. എന്തിനാ ആംപ്ലിഫൈ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കടാ. ശബ്ദം ഇതുവരെ വന്നുകൊണ്ടിരുന്ന എന്തിലൂടെയാണ്? എയറിലൂടെയാണ്. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബാഗ് പോലത്തെ സ്ട്രക്ചറിനകത്തുള്ളത് എന്താണ്? ലിക്വിഡാണ്. എന്താണ്? ഒരു ലിക്വിഡാണ്, ഒരു ദ്രാവകമാണ്. അപ്പോൾ എയറിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ലിക്വിഡിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് പോയാലല്ലേ അത് കേൾക്കുള്ളൂ. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സൗണ്ടിനെ മാലിയസും ഇൻകസും സ്റ്റേപ്പിസും കൂടെ ആംപ്ലിഫൈ ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ നേരെ പോകുന്നത് ഈ കാണുന്ന സ്ഥാനത്തിലോട്ടാണ്. ഇതിൻ്റെ പേരാണ് കോക്ലിയ. മലയാളത്തിലും കോക്ലിയ, ഇംഗ്ലീഷിലും എന്താണ്? കോക്ലിയ എന്ന് പറയും. അപ്പോൾ ഇതാണ് കോക്ലിയ. ഈ മുകളിലോട്ടുള്ള ഈ ഭാഗത്തിൻ്റെ ജോലി എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇക്വിലിബ്രിയം, ബോഡി ബാലൻസിൻ്റെ കാര്യത്തിനോട്ടാണ് ജോലി. അപ്പോൾ കേൾവിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരാണ്? ഈ കാണുന്ന കോക്ലിയാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നടുക്കൂടെ ഒന്ന് മുറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. കണ്ടോ? സ്റ്റേപ്പിസ് വന്ന് ചേർന്നു. അതായത് ഇതിനകത്ത് കണ്ടോ? സ്റ്റേപ്പിസ് വന്ന് ചേരുന്ന ഇതിനകത്ത് ഇങ്ങനെ ഒരു കനാലുണ്ട്. അതിന് നടുക്കൂടെ ഒന്നുണ്ട്. അങ്ങനെ 3 ഹോളുകൾ കാണാൻ പറ്റും. എത്ര ഹോൾ കാണാൻ പറ്റും? 3 കാണാൻ പറ്റും. ഓക്കെ. അതാണ് ഈ കാണുന്നത്. അപ്പോൾ സ്റ്റേപ്പിസ് വന്ന് ചേരുന്നു ഈ ഭാഗം. ഈ ഭാഗത്തിൻ്റെ പേരാണ് ഓവൽ വിൻഡോ. ഇതാണ് ഓവൽ വിൻഡോ എന്ന് വെച്ചാൽ ഇവിടെ ടിംപാനം ഉണ്ടല്ലോ, നമ്മുടെ കർണപടം. ഇതുപോലത്തെ ഒരു ഭാഗം, ഇതുപോലത്തെ ഒരു മെംബ്രെയിനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ സങ്കല്പിച്ചു. ഇതിൻ്റെ പേരാണ് എന്ത്? ഓവൽ വിൻഡോ.
ഇനി ഓവൽ വിൻഡോ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലിക്വിഡാണ്, ദ്രാവകമാണുള്ളത്. ആ ദ്രാവകത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പെരിലിംബ്. ഇതാ കണ്ടോ, പെരിലിംബ്. ഇതാ ഈ പറയുന്ന ഭാഗം അത്രയും കാണുന്ന നിറഞ്ഞു നിൽക്കുന്ന ലിക്വിഡിൻ്റെ പേരാണ് പെരിലിംബ്. ഇതാണ് പെരിലിംബ്. അപ്പോൾ എന്ത് പറ്റും? ശബ്ദ തരംഗങ്ങൾ, വൈബ്രേഷൻസ് വന്നു, എവിടെ തട്ടി? ഓവൽ വിൻഡോയിൽ തട്ടി. അപ്പോൾ എന്ത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി? പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആര് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി? പെരിലിംബ്. അപ്പോൾ പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പെരിലിംബിൻ്റെ താഴെയായിട്ടൊരു സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് ബേസിലാർ മെമ്പറൈൻ. ബേസിൽ ജോസഫ് അല്ല, ബേസിലാർ മെമ്പറൈൻ. ഇതാ കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് ബേസിലാർ മെമ്പറൈൻ, ഈ ഒരു ഭാഗം. ഈ ബേസിലാർ മെമ്പർ വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അകത്ത ചേംബർ വൈബ്രേറ്റ് ചെയ്യും. അകത്ത ചേംബറിനകത്ത് ഒരു ലിക്വിഡാവുള്ള, അതിൻ്റെ പേരാണ് എൻഡോലിംബ്. ഇതാണ് എൻഡോലിംബ്. അപ്പം നമ്മൾ ഇതുപോലെ ഈ വളഞ്ഞിരിക്കുന്ന കോക്ലിയ നമ്മൾ നൂത്ത് വെച്ചാൽ നമ്മുടെ സ്റ്റേപ്പിസ് വന്ന് ചേരും. ഇവിടെ ചേരും? ഓവൽ വിൻഡോയിൽ വന്ന് ചേരും. ഇവിടെ വന്ന് ചേരും, ഓവൽ വിൻഡോയിൽ വന്ന് ചേരും. ഓവൽ വിൻഡോയിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാഗം പോകുന്നുണ്ട്. നൂത്ത് വയ്ക്കുകയാണ് നമ്മൾ. ആ ചുരുണ്ടിരിക്കുന്ന നൂത്ത് വെച്ചാൽ എന്ത് പറ്റും? ഇങ്ങനെ ഒരു ഭാഗത്ത് വന്ന് ചേരും. ഇതിൻ്റെ താഴെയായിട്ട് ബേസിലാർ മെമ്പറൈൻ ഉണ്ട്. ബേസിലാർ മെമ്പറൈൻ കഴിഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹെയർ ലൈക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാകും. എന്തുണ്ടാകും? മുടി പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഓക്കെ, ഹെയർ സെൽസ് എന്നോ ഹെയർ സ്ട്രക്ചർ പോലത്തെ സാധനം ഉണ്ടാകും. ഇത് ഒന്ന് മാത്രമല്ല, ഈ ഹെയറിൻ്റെ ബേസിലായിട്ട് വേറെ കുറച്ച് ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെരിലിംബുണ്ട്. ഇവിടെ എന്തുണ്ട്? പെരിലിംബുണ്ട്. ഇത് ബേസിലാർ മെമ്പറൈൻ ആണ്. അപ്പോൾ ഈ പറയുന്ന ശബ്ദതരംഗങ്ങൾ വന്നിട്ട് ആരെ വൈബ്രേറ്റ് ചെയ്യിക്കും? പെരിലിംബിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ബേസിലാർ മെമ്പറൈൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള എന്ത് വൈബ്രേറ്റ് ചെയ്യും? എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യും. എന്ത് വൈബ്രേറ്റ് ചെയ്യും? എൻഡോലിംബ്. ഇതാ കണ്ടോ, ഈ നീല നിറത്തിൽ ഇവിടെയാണ് എന്തുള്ളത്? എൻഡോലിംബ് ഉള്ളത്. ഇവിടെ എവിടെയോ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതാ കണ്ടോ, എൻഡോലിംബ്. ഈ മാർക്കിങ്ങിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഇത് രണ്ട് എന്താ കണ്ടോ, ഒരു ഭാഗത്തിനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓർഗൻ ഓഫ് കോർട്ടിയും അതുപോലെ തന്നെ ഒന്നില്ല മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നോക്കണ്ട. ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? എൻഡോലിംബിന് വൈബ്രേറ്റ് ചെയ്യും. അപ്പം നോക്കടാ, ഓവൽ വിൻഡോയിൽ വൈബ്രേഷൻ എത്തി, അത് പെരിലിംബിൽ പോയി, ബേസിലാർ മെമ്പറൈനിൽ പോയി, എൻഡോലിംബിൽ പോയി. ഈ എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സും അതിനോടൊപ്പം വൈബ്രേറ്റ് ആവും. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സും അതിനൊരു ബേസ് പോലത്തെ ഒരു ഭാഗവും ചേർന്നിട്ട് വരുന്ന ഇതിനെയാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി. നമ്മുടെ കേൾവിക്ക് എന്താ ഓർഗൻ ഓഫ് കോർട്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ന തരംഗങ്ങളുണ്ടല്ലോ, സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളാക്കി കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഓർഗൻ ഓഫ് കോർട്ടിയാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം വന്നു ഓവൽ വിൻഡോ വൈബ്രേറ്റ് ചെയ്തു. ഓവൽ വിൻഡോ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ലിക്വിഡായ പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് താഴത്തെ മെമ്പറൈനായിട്ടുള്ള ബേസിലാർ മെമ്പറൈൻ എന്ത് ചെയ്യും? ഇതിനോടൊപ്പം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് താഴെ കിടക്കുന്ന ലിക്വിഡായിട്ടുള്ള എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യും. എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഈ ഹെയർ സെല്ലുകളെ വൈബ്രേറ്റ് ചെയ്യിക്കും. അപ്പോൾ ഈ ഹെയർ സെല്ല് വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന ഓർഗൻ ഓഫ് കോർട്ടി സോഡിയം അയോണുകളെ റിലീസ് ചെയ്യും. ഈ അയോണുകളാണ് നെർവ് വഴി എന്ത് ചെയ്യുന്നത്? ബ്രെയിനിലോട്ട് പോകുന്നത്. അപ്പോൾ ശബ്ദതരംഗങ്ങളെ ഈ പറയുന്ന നെർവ് ഇമ്പൾസുകളാക്കി മാറ്റുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഓർഗൻ ഓഫ് കോർട്ടിയാണ്. ഓർഗൻ ഓഫ് കോർട്ടി. ഇനി നമുക്ക് നമ്മുടെ പിക്ചറിലോട്ട് പോവാം. അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് തിരിച്ചെവിടെ പോകും? ഇവിടെ വരുന്ന ഈ പറയുന്ന റൗണ്ട് വിൻഡോയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മർദ്ദം കറക്റ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു മെമ്പറൈനാണ്, അത് ഇങ്ങോട്ട് വന്നിട്ട് ഈ പറയുന്ന സ്ഥലത്തുകൂടി അതിൻ്റെ എഫക്റ്റ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ചെവിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചെവിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പാർട്സ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ശബ്ദതരംഗങ്ങൾ എവിടെ എത്തുന്നു? ഇനി ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞുതരും, ഇത് ആദ്യം പറഞ്ഞുതരാം. നമുക്ക് ശബ്ദതരംഗങ്ങൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസിലെത്തുന്നു. അവിടുന്ന് എത്തുന്നത് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യും. പെരിലിംബ് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തൊട്ട് താഴത്തെ ബേസിലാർ മെമ്പറൈൻ വൈബ്രേറ്റ് ചെയ്യും. ബേസിലാർ സ്ഥലം എന്നതോടെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യും. എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറോട് കൂടിയ ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സും വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് താഴെയുള്ള ഓർഗൻ ഓഫ് കോർട്ടിയും കൂടി ചേർത്തിട്ട് എന്ത് പറ്റും? ഇമ്പൾസുകൾ ഉണ്ടാക്കും. ഈ ഇമ്പൾസാണ് സഞ്ചരിച്ച് ഇവിടെ പോകുന്നത്. ബ്രെയിനിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ഇനി ഒരു അഡീഷണൽ കാര്യം ഞാൻ പറഞ്ഞുതരാം, വേറൊന്നുമല്ല. ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഓവൽ വിൻഡോ തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ് പോകുന്നത്. ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിൻ്റെ വലിപ്പത്തിനും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? വ്യത്യാസം പറ്റും. അതായത് നമ്മൾ റെസൊണൻസ് ഒക്കെ പഠിച്ചില്ലേ? ഇവിടെ പഠിച്ചു, ഫിസിക്സിൽ പഠിച്ചു. അപ്പോൾ വരുന്ന ശബ്ദതരംഗങ്ങളുമായിട്ട് റെസൊണേറ്റ് ആകുന്ന ഹെയർ സ്ട്രെസ് സെല്ലുകളായിരിക്കും എന്ത് ചെയ്യുന്നത്?
വൈബ്രേറ്റ് ആവുന്നു. അതായത് ഇപ്പോൾ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, കൂടിയ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഈ പറയുന്ന അതിനാണ് ഇത്രയും ലെങ്ത് കിടക്കുന്നത്. കണ്ടോ, നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്രയും നീളം അല്ലേ? ഇവിടെ നിന്ന് വെച്ച് തന്നെ അങ്ങ് വൈബ്രേറ്റ് ആയ പോലെ പോരാ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ ഓരോ ദൂരത്തിനനുസരിച്ച് ഇവിടെ ഉള്ള ഹെയർ സെല്ലുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരും. ഇവിടെ ചെറുതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഹെയർ സെല്ല് വലുതാവും. അപ്പോൾ ചെറിയ സൗണ്ടുകൾ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ ചിലപ്പോൾ എവിടെ ആയിരിക്കും? ആദ്യമായിരിക്കും അല്ലെങ്കിൽ അവസാനമായിരിക്കും. നമ്മൾ അത്രയും ഡീപ്പ് പോകണ്ട എങ്കിലും കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഇതിൻ്റെ ശബ്ദം ഈ പറഞ്ഞ വൈബ്രേഷൻസ് ഇതുവഴി സഞ്ചരിച്ച് തിരിച്ചെവിടെ വന്ന് തട്ടും? റൗണ്ട് വിൻഡോയിൽ വന്ന് തട്ടിയിട്ട് അത് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ചെവിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, യൂസ്റ്റേഷൻ കനാൽ വരെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി വേർ ആർ ദ വൈബ്രേഷൻസ് ദാറ്റ് റീച്ച് ദ സ്റ്റേപ്പിസ് ഡയറക്റ്റഡ്. സ്റ്റേപ്പിസിലെത്തുന്ന വൈബ്രേഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നിങ്ങൾ പറയും എങ്ങോട്ടാണ്? ഓവൽ വിൻഡോ അല്ലെ? എങ്ങോട്ടാണ്? ഓവൽ വിൻഡോയിലോട്ട് പോവും. ഓവൽ വിൻഡോയിൽ നിന്ന് എങ്ങോട്ട് പോവും? കോക്ലിയയിലോട്ട് പോവും. ഓക്കെ, വാട്ട് ആർ ദ മെക്കാനിസംസ് ഓഫ് ദ ഇന്നർ ഇയർ ദാറ്റ് ഹെൽപ്പ് ദ ഹിയറിംഗ്? അതാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ്? നോക്കിക്കോ, ഇവിടുത്തെ അടുത്ത് ഇത് മനസ്സിലായി സെന്റൻസ് വായിച്ച് പറഞ്ഞു തന്നാൽ പോരെ. ദ സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് വിത്ത് ദ ടിംബാന. സൗണ്ട് വേവ് ടിംബാനത്തിന് വൈബ്രേറ്റ് ചെയ്യും. അവിടെ നിന്ന് എങ്ങോട്ട് പോവും? ഇയർ ഓസിക്കിളിനകത്ത് പോവും. എന്നിട്ട് ഓവൽ വിൻഡോയിലെത്തും. സ്ട്രക്ചർ ഓഫ് ദ ഓവൽ വിൻഡോ ഈ സിമിലർ ടു ദാറ്റ് ഓഫ് ടിംബാനം. കണ്ടോ, അതും ടിംബാനം പോലെയാണ് മെമ്പറേനെ വൈബ്രേറ്റ് ചെയ്യും. ദ കോക്ലിയ ഹാവിംഗ് ദ ഷേപ്പ് ഓഫ് എ സ്നെയിൽ ഹാസ് 3 ചേമ്പേഴ്സ്. അതിന് എത്ര ചേമ്പർ ഉണ്ട്? 3 ചേമ്പർ ഉണ്ട്. ഏതൊക്കെയാണ്? ഇത് അപ്പർ, ഇത് മിഡില്, ഇത് ലോവർ. അപ്പറിൽ കൂടി പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യും? ലോവറിൽ കൂടെ തിരിച്ചു വരും. ഓക്കെ, അപ്പർ ലോവറിന് മലയാളത്തിൽ ജസ്റ്റ് നമ്മൾ ആ വാക്കുകയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ അപ്പർ, ഇത് മിഡില്, ഇത് ലോവർ. 3 ചേമ്പർ ഉണ്ട്. നോക്കിയോ, ദ കോക്ലിയ ഹാവിംഗ് ദ ഷേപ്പ് ഓഫ് സ്നെയിൽ ഹാസ് 3 ചേമ്പേഴ്സ്. ഏതൊക്കെയാണ്? ദ ഓവൽ വിൻഡോ ഈസ് ദ മെമ്പറൈൻ ദാറ്റ് കവർ ദ ഓപ്പണിംഗ് ടുവേർഡ്സ് ദ അപ്പർ ചേമ്പർ. അപ്പർ ചേമ്പറിലോട്ടുള്ള ഓപ്പണിംഗ് കവർ ചെയ്യുന്ന ആരാണ്? ഓവൽ വിൻഡോയാണ്. ഇതാ കണ്ടോ, ഇതാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. ദ അപ്പർ ചേമ്പർ ആൻഡ് ലോവർ ചേമ്പർ ആർ ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കാർഡ് പെരിലിംബ്. അപ്പർ ചേമ്പർ, ലോവർ ചേമ്പർ നിറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പെരിലിംബിലാണ്. നേരത്തെ പറഞ്ഞു തന്നു. ദ മിഡിൽ ചേമ്പർ ഈസ് ഫിൽഡ് വിത്ത് എൻഡോലിംബ്. ഈ നടുക്ക് കാണുന്ന ഈ ചേമ്പർ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്തുവാണ്? എൻഡോലിംബാണ്. ഓക്കെ, the organ of corti where the auditory receptors are present is situated in the basilar membrane between the middle and the lower chamber. കണ്ടോ, മിഡിലിനും ലോവറിനും ഇടയിലായിട്ട് വരുന്ന ഭാഗം. ഏത് ഭാഗം? ഈ കാണുന്ന ഭാഗം. കണ്ടോ, മിഡിലിനും ലോവറിനുമായിട്ട് വരുന്ന ഈ ഭാഗത്താണ് എന്തിരിക്കുന്നത്? ബേസിലാർ മെമ്പറൈനും അതുപോലെ എന്തിരിക്കുന്നത്? ഓർഗൻ ഓഫ് കോർട്ടിയും ഇരിക്കുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ദ വൈബ്രേഷൻ ദാറ്റ് റീച്ചസ് ദ ഹെയർ സെൽ പ്രസൻറ്റ് ഹിയർ ജനറേറ്റ് ഇമ്പൾസസ്. ഇതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഹെയർ സെല്ലുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞ എൻഡോലിംബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഹെയർ സെല്ലും വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ അനുസരിച്ച് ഇമ്പൾസും ഉണ്ടാവും. ദീസ് ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ ഓഡിറ്ററി നെർവ്. ഇതാണ് ഓഡിറ്ററി നെർവ് വഴി എവിടെ എത്തുന്നത്? ബ്രെയിനിലോട്ട് എത്തുന്നത്. കണ്ടോ അപ്പർ ചേമ്പർ, തൊട്ട് താഴെയായിട്ട് ഓർഗൻ ഓഫ് കോർട്ടി, ബേസിലാർ മെമ്പർ എന്താ ഇവിടെ ഉണ്ട്, ലോവർ ചേമ്പറും ഉണ്ട്. കണ്ടോ, ഇതിനെ മുറിച്ച് വെച്ചേക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സെറ്റല്ലേ? പിടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ഒരു ഓർഡർ നോക്കിയേ. പിന്നയിൽ നിന്ന് എങ്ങോട്ട് പോവും? നമ്മുടെ ഓഡിറ്ററി കനാലിലോട്ട് പോവും. അവിടെ നിന്ന് എങ്ങോട്ട് പോവും? നമ്മുടെ ടിംബാനത്തിലോട്ട് പോവും. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോയിൽ നിന്ന് എങ്ങോട്ട് പോവും? അപ്പർ ചേമ്പറിലോട്ട് പോവും. അല്ലെ, അപ്പർ ചേമ്പറിലോട്ടൊന്നോ അല്ലെങ്കിൽ പെരിലിംബിലോട്ടൊന്നോ നിങ്ങൾക്ക് പറയാം. അവിടെ നിന്ന് എങ്ങോട്ട് പോവും? ബേസിലാർ മെമ്പറൈൻ, അത് കഴിഞ്ഞ് ഓർഗൻ ഓഫ് കോർട്ടി, ഇമ്പൾസ്, അവിടെ നിന്ന് എങ്ങോട്ടാണ്? ബ്രെയിനിലോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടിക്ക് ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ മനസ്സിലാക്കും എന്താണ് പറയുന്നതെന്ന്. നോക്കിയേ, അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരു പാത്താണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശബ്ദം എന്ത് ചെയ്യുകയാണ്? സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ ശബ്ദം എന്ന് വെച്ചാൽ വൈബ്രേഷനാണ്. എയർ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേറ്റ് ചെയ്യുന്ന എയർ ഇവിടെ എത്തിയിട്ട് ആദ്യം ടിംബാനത്തിൽ തട്ടും. ഇവിടെ തട്ടും? ടിംബാനം, കർണപടത്തിൽ തട്ടും. ടിംബാനത്തിൽ നിന്ന് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ ഭാഗം ഇതാണ് ഓവൽ വിൻഡോ. എന്താണ്? ഓവൽ വിൻഡോ. കണ്ടോ, ഈ ഭാഗമാണ് ഓവൽ വിൻഡോ. ഇവിടെ കണ്ടോ ഓവൽ വിൻഡോ. ഇവിടെ കാണുന്ന ഹോൾ കണ്ടോ, ഇത് റൗണ്ട് വിൻഡോ. കണ്ടോ, ഇതാണ് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോയിൽ നിന്ന് നേരെ കോക്ലിയയിലോട്ടാണ് പോകുന്നത്. കോക്ലിയയിൽ എങ്ങോട്ടാണ് പോകുന്നത്? ഓവൽ വിൻഡോ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? അപ്പർ ചേമ്പർ. അപ്പർ ചേമ്പർ വഴി പോകും. ഇനി ശബ്ദമാണ് നമ്മൾ നോക്കുകയെങ്കിൽ അപ്പർ ചേമ്പറിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും? എൻഡോലിംബിലോട്ട് പോകും. എങ്ങനെ? ബേസിലാർ മെമ്പറൈൻ വഴി. അടുത്ത് ബേസിലാർ മെമ്പറൈൻ കഴിഞ്ഞിട്ട് എൻഡോലിംബ് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും? ഹെയർ സെല്ലുകൾ വൈബ്രേറ്റ് ചെയ്യിക്കും. അവിടുന്ന് ഓർഗൻ ഓഫ് കോർട്ടി എന്തുണ്ടാക്കും? ഇമ്പൾസ് ഉണ്ടാക്കും. ആ ഇമ്പൾസ് നേരെ എങ്ങോട്ട് പോകും? ബ്രെയിനിൽ പോകും. പിന്നെ ഈ സൗണ്ടിൽ എങ്ങോട്ട് പോയി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. എങ്കിലും ഇതുവഴി സഞ്ചരിച്ച് ഇവിടെയൊക്കെ എത്തുമ്പോൾ അതിൻ്റെ എഫക്റ്റ് തീർന്ന് പോകും. എന്തെങ്കിലും മർദ്ദം ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് റൗണ്ട് വിൻഡോയുടെ ഭാഗത്ത് വെച്ച് വന്ന് ഇങ്ങോട്ട് തള്ളിയിട്ട് അങ്ങ് തീരും. സെറ്റല്ലേടാ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ പാർട്ടുകളും അതിൻ്റെ ഫങ്ഷൻസ് ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് വായിച്ചു വരുമ്പോൾ അത് പറഞ്ഞുതരാം. ഇവിടെ ഒരു ചോദ്യം നോക്കിയടാ. എ ബിഗ് ട്രീ happens to get uprooted in the forest
വാസ് ദെയർ എ സൗണ്ട് ഇഫ് നോ വൺ വാസ് ദെയർ ടു ഹിയർ ഇറ്റ്? എന്ന് വെച്ചാൽ ഉൾവനത്തിനകത്തൊരു മരം വീണു. മരം വീണപ്പോൾ അവിടെ സൗണ്ട് ഉണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആര് കേൾക്കാനില്ല, അപ്പോൾ കേൾക്കാനില്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല എന്നാണോ? അങ്ങനെയല്ല, സൗണ്ട് ഉണ്ടാവും. നമ്മൾ കേട്ടാൽ നമ്മൾ സെൻസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്, സൗണ്ട് അവിടെ ഉണ്ടാവും. കാരണം സൗണ്ട് എന്താണ്, എനർജിയാണ്, അത് ട്രാവൽ ചെയ്യും. നമ്മൾ കേട്ടാൽ നമ്മൾ സെൻസ് ചെയ്യും, നമുക്ക് കേൾവി ശക്തി ഇല്ലെങ്കിൽ സെൻസ് ചെയ്യൂല. ശബ്ദം അവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് മനുഷ്യൻ തിരിച്ചറിയുമ്പോഴേ അത് ശബ്ദം ആകുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു ഫാക്റ്റ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവ് ഞാൻ അവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബോഡി ബാലൻസിങ്ങിലോട്ട് പോവുകയാണ്. ഓക്കെ, അനദർ ഫംഗ്ഷൻ ഓഫ് ദ ഇയർ ഈസ് ടു മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. അതും കൂടി ഇന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കോക്ലിയ ഇല്ലാതെ വരുന്നത് ഇത്രയും ഭാഗം. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ ബാഗ് പൈപ്പർ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ഒരു ബാഗ് പോലത്തെ സാധനത്തിൽ ഒരു ഹോളിൽ ഒരാൾ ഊതും, ഇങ്ങനെ കുറേ കമ്പൊക്കെ ഉണ്ടാവും. ബാഗ് പൈപ്പർ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനം, അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് ബാഗാണ്, ബാഗിൽ നമ്മൾ എയർ ഊതി നിറയ്ക്കുന്നു, എയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നു, അതിൽ നമ്മൾ കൈയൊക്കെ വെച്ച് അമർത്തുമ്പോഴത്തേക്കും നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നു. അങ്ങനത്തെ പരിപാടി കേട്ടിട്ടുണ്ടോ? വേണ്ട, ഇനി ഒന്നും വേണ്ട. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മളടുത്ത് ബോഡി ബാലൻസ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഇതിനകത്ത് ഓട്ടോ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടല്ലേ. നമ്മൾ സ്ക്രീൻ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും സ്ക്രീൻ നേരെ കാണും. നമ്മൾ ചരിച്ച് വയ്ക്കുമ്പോൾ സ്ക്രീൻ എന്ത് ചെയ്യും, ലാൻഡ്സ്കേപ്പിലോട്ട് മാറും. ഇത് സഹായിക്കാനായിട്ട് ഇതിനകത്ത് ഒരു ഗൈറോസ്കോപ്പിക് സെൻസർ എന്ന് പറയുന്ന ഒരു സെൻസറുണ്ട്. ആ സെൻസർ താഴോട്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ പ്രോസസ്സിൻ്റെ അടുത്ത് പറയും നേരെ ഇരിക്കാൻ, അപ്പോൾ സ്ക്രീൻ നേരെ കാണിക്കാൻ പറയും. ചരിക്കുമ്പോൾ അത് പറയും ചരിച്ചോളാൻ പറയും. ഇതുപോലെ നമ്മുടെ ബ്രെയിനിനും പറഞ്ഞു കൊടുക്കണ്ടേ, അപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ബ്രെയിനിന് നമ്മൾ നൂന്നാണോ നിൽക്കുന്നത്, ചരിഞ്ഞാണോ നിൽക്കുന്നത്, മുകളിലോട്ട് നോക്കുന്നു, താഴോട്ട് നോക്കുന്നു, വലത്തോട്ട് നോക്കുന്നു, തലകുത്തനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം, ഒരു ഗൈറോസ്കോപ്പിക് സെൻസർ വേണം. ആ ഗൈറോ സെൻസറാണ് എന്തെന്ന് പറയുന്നത്, ഇതാ ഈ കാണുന്ന വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റിബുലാർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ വേണം? ഒന്ന്, നമ്മൾ മുന്നോട്ടും പുറകിലോട്ടും മേളിലോട്ടും താഴോട്ടും ഒക്കെ നിൽക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ലീനിയർ മൂവ്മെൻറ്റുകൾ മനസ്സിലാക്കാനായിട്ടൊരു സാധനം വേണം. അതാണ് ഇതാ ഈ കാണുന്ന യൂട്രിക്കിളും സാക്യൂളും. കണ്ടോ, ഇവിടെ രണ്ട് ചാക്ക് പോലെ ഇരിക്കുന്ന സാധനമാണ് യൂട്രിക്കിളും സാക്യൂളും. ഈ പടത്തിനകത്ത് കുറച്ചുകൂടി വിശദമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഈ പറയുന്ന മുകളിലത്തെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗം, ഇതിനകത്ത് രണ്ട് സാക്ക് പോലത്തെ സാധനമുണ്ട്. അതാണ് യൂട്രിക്കിളും സാക്യൂളും. ഇതൊക്കെയാണ് യൂട്രിക്കിളും സാക്യൂളും. ഇതാ കണ്ടോ, ആ മുറിച്ച് വെച്ചേക്കുന്ന കണക്ക് ഇത് യൂട്രിക്കിള്, ഇത് സാക്യൂള്. ഓക്കെ, ഈ യൂട്രിക്കിളിനകത്തും സാക്യൂളിനകത്തും എന്തുണ്ട്? നേരത്തെ പറഞ്ഞ പോലത്തെ എൻഡോലിമ്പുണ്ട്. എന്തുണ്ട്? എൻഡോലിമ്പുണ്ട്. ഫ്ലൂയിഡ് വെച്ചിട്ടാണ് നമ്മളപ്പോൾ മൂവ്മെൻറ്റ് അറിയുന്നത്. അപ്പോൾ യൂട്രിക്കിളും സാക്യൂളും ഉണ്ട്. അപ്പോൾ യൂട്രിക്കിള് ഇതായിരിക്കുന്നു ഒരു ബാഗ് പോലെ, സാക്യൂള് ഇതായിരിക്കും. ഇനി ഇവിടെ നിന്ന് അല്ലാതെ ഇവിടെ നിന്ന് വീണ്ടും മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന് ഇങ്ങനൊരു ഭാഗം, പിന്നെ ഒരെണ്ണം എങ്ങനെയാണ്, കണ്ടോ, ഇങ്ങനെ ഒരു ഭാഗം, പിന്നെ ഒന്ന് കണ്ടോ എങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഭാഗം. അതായത് നമ്മൾ തല ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരെണ്ണം വർക്കാവും, ഇങ്ങനെ തിരിക്കുമ്പോൾ മറ്റൊരെണ്ണം വർക്കാവും, അടുത്ത് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരെണ്ണം വർക്കാവും എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങോട്ട് കറക്കുന്ന മൊത്തം ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തായിരിക്കും? ഒരു പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം എന്താണ് ഇവരുടെ ജോലി? ഇവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. ഈ ഇരിക്കുന്ന സാധനത്തിൽ നമ്മൾ സെമി സർക്കുലർ കനാൽ എന്നാണ് പറയുന്നത്. എന്തുവാണ് സെമി സർക്കുലർ? ഞാൻ ഇപ്പോൾ അവസാനം വരച്ച മൂന്നെണ്ണം, ഇത് സെമി സർക്കുലറിലിരിക്കുന്ന ഇതൊന്ന് സെമി സർക്കുലർ കനാൽ. ഇതുണ്ട്, യൂട്രിക്കിളും സാക്യൂളും ഉണ്ട്. ഇവർക്ക് എല്ലാവരുടെ ജോലി എന്താണ്? നമ്മുടെ ഓറിയന്റേഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആണ്. ഇതെല്ലാത്തിനകത്തും എന്ത് നിറഞ്ഞിരിപ്പുണ്ട്? എൻഡോലിംബ് നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ എൻഡോലിംബ് നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ എന്തുണ്ട്? ഹെയർ സെല്ലുകളുണ്ട്. എന്തുണ്ട്? ഹെയർ സെല്ലുകളുണ്ട്. അപ്പോൾ ഓർഗൻ ഓഫ് കോർട്ടി ഇവിടെ വരുന്നില്ല, കാരണം സൗണ്ടായിട്ടൊന്നും മാറ്റണ്ട, എങ്ങോട്ട് മൂവ് ചെയ്യുന്നു മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വലത്തോട്ട് തല തിരിച്ചു. അപ്പോൾ എന്ത് പറ്റും? ഇതിനകത്തുണ്ടായിരുന്ന ഫ്ലൂയിഡ് ഒഴുകി ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ഹെയർ സെല്ലുണ്ട്, അത് ആക്ടിവേറ്റ് ആവും. ബ്രെയിൻ്റെ അടുത്ത് പറയും അവൻ തല തിരിച്ചു. അടുത്ത് ഞാൻ ഇങ്ങോട്ടും ആക്കുന്നു. ഇങ്ങോട്ടെങ്കിലും ഞാനിപ്പോൾ ഇത് കൃത്യമായിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഞാൻ മുകളിലോട്ടും താഴോട്ടും തലയാട്ടുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഉള്ള ഫ്ലൂയിഡ് ആയിരിക്കും ഒഴുകി പോകുന്നത്. അത് ഇവിടുത്തെ ഹെയർ സെല്ലിൽ വന്ന് തട്ടും. ഇതാ കണ്ടോ, ഇത് എല്ലാത്തിൻ്റെ എൻഡിൽ ഹെയർ സെല്ല് ഇരിക്കുന്നത് കണ്ടോ, 1 2 3. അപ്പോൾ ഞാൻ തല മുന്നോട്ടും താഴോട്ടും ആക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ കിടക്കുന്ന ഫ്ലൂയിഡ്, ഈ കാണുന്ന ഫ്ലൂയിഡ് ഇങ്ങോട്ട് ഒഴുകുമെന്ന് വിചാരിക്കും. ഇങ്ങോട്ട് ഒഴുകും. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും. ബ്രെയിൻ്റെ അടുത്ത് പറയും അങ്ങോട്ട് തിരിക്കും. അടുത്ത് വലത്തോട്ട് തിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇത് ആക്ടിവേറ്റ് ആവും. അടുത്ത് മുകളിലോട്ട് ആക്കുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ എന്താ ഈ പറഞ്ഞ യൂട്രിക്കിളുടെ സാക്യൂളുടെ ജോലി? ഇവിടെ നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഗ്രാവിറ്റി താഴോട്ട് നമ്മളെ വലിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ? അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തലകുത്തിന് നിന്നു,
അപ്പോൾ എല്ലാം തിരിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ആ പറയുന്ന ലീനിയർ മൂവ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത് യൂട്രിക്കിളും സാക്യൂളുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന മൂവ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത് സെമി സർക്കുലർ വിൻഡോസുമാണ്. അപ്പോൾ നോക്കിയോ, ദ പാർട്ട് ഓഫ് ദ ഇന്നർ ഇയർ മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസ്. ബോഡി ബാലൻസ് പറയും. ഒരു കാര്യം കൂടി ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഷൻ സിക്നസ് ഉണ്ടോ? അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ, ഇവനാണ് കാരണം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എണീറ്റ് നിന്നിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയേ, ഇങ്ങനെ ചുമ്മാ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയേ. പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങി നിങ്ങൾ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ തല ഇങ്ങനെ ചുറ്റുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആണോ? അല്ലേ? നിങ്ങൾ ഫിസിക്കലി നിന്നെങ്കിലും ചുറ്റും. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് കിടക്കുന്ന ഫ്ലൂയിഡ് ആ നേരത്ത് കറങ്ങി. നിങ്ങൾ നിന്നപ്പോൾ ഫ്ലൂയിഡ് അല്ലേ, പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല, അത് കുറച്ച് നേരം കൂടി ഒന്ന് കറങ്ങും. ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരാണ്. ആരാണ്? വെസ്റ്റിബുലാർ സിസ്റ്റമാണ്. ഇതിനകത്ത് ആരൊക്കെ വരും? 3 സെമി സർക്കുലർ കനാലും വരും, പിന്നെ വെസ്റ്റിബ്യൂളും വരും, ഹെയർ സെല്ലും വരും. ഈ വെസ്റ്റിബിളാണ് എന്താണ് യൂട്രിക്കിളും സാക്യൂളും വെസ്റ്റിബ്യൂളിനകത്തായിരിക്കുന്നത്. നോക്കി, എൻഡോലിംബ് പ്രസന്റ് ഇൻ ദ കനാൽ വിച്ച് ആർ അറേഞ്ച്ഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതിന്റെ 3-നകത്ത് എൻഡോലിംബ് ഉണ്ട്, അത് പരസ്പരം പെർപെൻഡിക്കുലർ അറേഞ്ച് ചെയ്തേക്കാണ്. വിത്ത് ദ റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ്. ഇതാണ് നമ്മുടെ റൊട്ടേഷണൽ മൂവ്മെന്റ് കണക്ക്. അതായത് ഇങ്ങനെ 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 അതുപോലെ കഴുത്തുളുക്കി കഴുത്തൊക്കെ ചുറ്റുന്ന പരിപാടി പറഞ്ഞു തരുന്ന ആരാണ്? സെമി സർക്കുലർ ആണ്. ഇത് നോക്കിക്കോ, ഈ സെമി സർക്കുലർ ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യും. അങ്ങനെ എന്ത് പറ്റും? ആസ് എ റിസൾട്ട് ഓഫ് ദ മൂവ്മെന്റ് ഹെയർ സെല്ല് പ്രസന്റ് ഹിയർ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ഇമ്പൾസസ് ആർ ഫോംഡ്. അല്ലെ, നമ്മൾ കറക്കുമ്പോൾ ഹെയർ സെല്ല് സ്റ്റിമുലേറ്റ് ആവും, ഇമ്പൾസ് ഫോം ചെയ്യും. അടുത്ത യൂട്രിക്കിളും സാക്യൂളും. ദ യൂട്രിക്കിൾ ആൻഡ് ദ സാക്യൂൾ ഓഫ് ദ ചേംബർ ആർ കോൾഡ് ദ വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂളിനകത്ത് ഇത്രയും ഭാഗത്തിന് വെസ്റ്റിബ്യൂൾ എന്നാണ് വിളിക്കുന്നത്. അതിനകത്തായിരിക്കുന്ന കണ്ടെയ്ൻസ് ഹെയർ സെൽ, അതിനകത്തും ഉണ്ട്. ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് ജനറേറ്റ് ഇമ്പൾസസ് ഇൻ ദെയർ ഹെഡ്. അല്ലെ, ലീനിയർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരെ മൂവ് ചെയ്യുന്നു, താഴോട്ട് മൂവ് ചെയ്യുന്നു. അല്ലെ, നമ്മൾ ആക്സിലറേറ്റഡ് മോഷൻ പറയാം. നമ്മൾ വണ്ടി കയറിയിട്ട് നമ്മൾ 100-110 പറത്തുക. അപ്പോൾ നമുക്ക് ഉള്ളിലൊരു ഫീൽ ഉണ്ടാകത്തില്ല നമ്മൾ അത്രയും വേഗത്തിൽ പോവുകയാണെന്ന്. അല്ലേ, നമ്മൾ പെട്ടെന്ന് നമ്മൾ മുന്നോട്ടായി അല്ലെ പുറകിലോട്ടായി ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്ക് ആ മൂവ്മെന്റിന്റെ ഒരു ആക്സിലറേഷന്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ലേ? അതൊക്കെ തരുന്ന ആരാണ്? ഈ പറയുന്ന യൂട്രിക്കിളും സാക്യൂളും ആണ്. അതുപോലെ ഗ്രാവിറ്റേഷണൽ പുള്ള്, നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്ന പോലെ തോന്നുന്നത് അല്ലെ, പെട്ടെന്ന് ലിഫ്റ്റിൽ താഴോട്ട് വരുമ്പോൾ ജൈന്റ് വീലൊക്കെ കയറുമ്പോൾ ഒരു ഫീലിംഗ് ഒക്കെ തരുന്നത് ഇവരാണ്. തല ചുറ്റുന്ന ഭാഗം ചെയ്യുന്നത് സെമി സർക്കുലർ കനാലും ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ വെസ്റ്റിബുലാർ നെർവ്. ഇത് വെസ്റ്റിബുലാർ നെർവ് വഴി എന്ത് ചെയ്യും? ബ്രെയിനിലോട്ട് എത്തും. ബ്രെയിനിന് എന്ത് ചെയ്യും? നമ്മുടെ മെയിൻ്റെനൻസ് ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് പാർട്ട് ഓഫ് ദ ഇന്നർ ഇയർ അസോസിയേറ്റഡ് വിത്ത് ബാലൻസ്. ഏതൊക്കെയാണ്? ഈ പറയുന്ന സാധനം നമ്മളെ എന്തൊക്കെയാണ്? സെമി സർക്കുലർ കനാൽ, അതുപോലെ വെസ്റ്റിബ്യൂളും യൂട്രിക്കിളും സാക്യൂളും. പൊസിഷൻ ഓഫ് ദ ഹെയർ സെൽ എവിടെയാണ്? പൊസിഷൻ ഓഫ് ദ ഹെയർ സെൽ എവിടെ ഇരിക്കുന്നത്? ഈ ചേംബറിനകത്താണ്. യൂട്രിക്കിളിനകത്തുണ്ട്, സാക്യൂളിനകത്തുണ്ട്. പിന്നെ യൂട്രിക്കിൾ സാക്യൂളിന്റെ വർക്കിംഗ് ഒക്കെ വീണ്ടും പറയാനുണ്ട്. അതിൽ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്, അതിന്റെ മൂവ്മെന്റ് ഉണ്ട്. പക്ഷേ അതും ടെസ്റ്റ് പറയുന്നില്ല, സോ ഞാനും പറയുന്നില്ല. ഫ്ലൂയിഡ് ഇൻ ദ ചേംബർ ഏതാണ്? എൻഡോലിംബാണ്. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഹെയർ സെൽസ് ആർ സിമുലേറ്റ് എന്താണ്? വെൻ വി മൂവ് ദ ഹെഡ് അല്ലെങ്കിൽ മൂവ് ദ ബോഡി. പാർട്ട് ഓഫ് ദ ബ്രെയിൻ അസോസിയേറ്റ് വിത്ത് ദ ബാലൻസ് എന്തായിരിക്കും? ഈ പറയുന്ന നമ്മുടെ എന്താണ്? ബാലൻസ്. സെറിബെല്ലം അല്ലേ? സെറിബെല്ലം അല്ലേ ബാലൻസ് വരുന്നത്? ആലോചിച്ച് നോക്കി, സെറിബെല്ലം ആണോ അതോ സെറിബ്രോ ആണോ? സെറിബ്രോ അല്ല, സെറിബെല്ലം ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്ത് സെറിബെല്ലം ആണോ സെറിബ്രോ ആണോ എന്ന്. ഞാൻ മറന്നുപോയി, പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ തീർന്നു, ഹിയറിംഗ് തീർന്നു. ഇതും കൂടി ഞാനങ്ങ് പറഞ്ഞ് നമുക്ക് ഈ ഭാഗം എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് പറയണ്ടേ? അപ്പോൾ നോക്കിയോ, ഓവൽ വിൻഡോയ്ക്ക് മാറ്റമൊന്നുമില്ല. അപ്പോൾ ശബ്ദം എന്താ പറ്റുന്നേ? ശബ്ദത്തിന് എന്താ പറ്റുന്ന പിള്ളേരെ പറ. അപ്പോൾ ശബ്ദത്തിന് എന്ത് പറ്റും? ഞാൻ മാർക്കറിൻ്റെ നിറമൊന്ന് മാറ്റും. ഓക്കെ, അപ്പോൾ ശബ്ദത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ, യൂസ്റ്റേഷൻ കനാൽ വരെയുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നോക്കിയോ, ശബ്ദം ഈ പറയുന്ന ഭാഗം വഴി എവിടെ എത്തും? ഓവൽ വിൻഡോയിലെത്തും. ഓവൽ വിൻഡോയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലത്തെ അറ, അപ്പർ ചേംബർ. അതിനകത്ത് എന്താ ഉള്ളത്? പെരിലിംബ്. പേരിന് മാറ്റമൊന്നുമില്ല. പെരിലിംബ് കഴിഞ്ഞ് എന്താ ഉള്ളത്? ബേസിലാർ സ്ഥലം അല്ലെങ്കിൽ ബേസിലാർ മെമ്പറൈൻ. അത് കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്? ഓർഗൻ ഓഫ് കോർട്ടി. പേരിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ മുകളിലത്തെ അറ, മിഡിൽ ചേംബറിന് മധ്യ അറ എന്ന് പറയും, താഴത്തെ ചേംബറിന് താഴത്തെ അറ എന്നും പറയും. മലയാളം പറയുന്നത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ കോക്ലിയയുടെ അഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? കോക്ലിയയുടെ സ്റ്റാർട്ടിങ് എന്നാണോ? ഇത് എന്തുവാണ്? എൻഡ്. ഇവിടെ കോക്ലിയയുടെ എൻഡ്. ഓക്കെ, ഇതാണ് കോക്ലിയയുടെ എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇയാൾ വലിയ ഇംഗ്ലീഷുകാർ. അങ്ങനെയല്ല. അഗ്രഹം എന്നൊക്കെ വാക്ക് നമ്മൾ സാധാരണ ഭാഷയിൽ നമ്മൾ ഈ അഗ്രഹവും അങ്ങനെയൊന്നും ഉപയോഗിക്കില്ലല്ലോ. അറ്റം, അവസാനം. ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പം നമ്മൾ അതിൻ്റെ അറ്റത്ത് അങ്ങ് മൂലയിലെന്ന് പറയും. സോറി, അതുകൊണ്ടാണ് അഗ്രഹം കേട്ടോ. അപ്പോൾ നോക്കിയോ, കേൾവി എന്ന അനുഭവം നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ശബ്ദതരംഗങ്ങൾ ടിംബാനത്തിൽ കമ്പനം സൃഷ്ടിക്കും. ടിംബാനം തന്നെയാണ് എന്താണ് നമ്മുടെ കർണപടം എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യും? കമ്പനം നമ്മുടെ അസ്ഥി ശൃംഖല, അതാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് അഥവാ ഇയർ ഓസിക്കിൾ എന്ന് പറയുന്നത്. അതുവഴി പോയിട്ട് ഓവൽ വിൻഡോയിൽ എത്തുന്നു. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ടിംബാനത്തിന് സമാനമായിട്ടുള്ളതാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. ഒച്ചിൻ്റെ ആകൃതിയുള്ള ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ കോക്ലിയയുടെ മുകളിലത്തെ അറയ്ക്കകത്ത് എന്തുണ്ട്?
ഈ ഓവൽ വിൻഡോയിൽ നിന്നുള്ള സാധനം പെരിലിംബിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. പെരിലിംബിൽ നിന്ന് മധ്യ അറയിലുള്ള എൻഡോലിംബിലോട്ട് പോകും. അവിടെ നിന്ന് ബേസിലാർ സ്ഥലം, അവിടെ നിന്ന് ഞങ്ങളുടെ ഓർഗൻ ഓഫ് കോർട്ടിയിലോട്ട് പോകും. അല്ലേ, ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഓർഗൻ ഓഫ് കോർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന രോമകോശങ്ങൾ അഥവാ ഹെയർ സെല്ലിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ പറയുന്ന ഇമ്പൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെവി കൂടെ ബാക്കി ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി നമ്മുടെ ബോഡി ബാലൻസിലോട്ട് വന്നേ. എന്തൊക്കെയാണ്? സെമി സർക്കുലർ കനാൽ അങ്ങനെ തന്നെയാണ് മലയാളത്തിലും. യൂട്രിക്കിളും സാക്കിളും പേരിന് മാറ്റമില്ല, വെസ്റ്റിബ്യൂളിന് മാറ്റമില്ല, പിന്നെ കുഴപ്പമില്ല. ഇനി ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വാക്കുകളൊക്കെ സെയിം തന്നെയാണ്. വർക്കിംഗ് ഞാൻ പറയുന്ന മലയാളത്തിൽ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് കഴിയുമ്പോൾ തീർന്നു. ഇനി ലാസ്റ്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിൻ്റെ തീവ്രതയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. അതായത് വേറൊന്നുമില്ല, അതാ ഇവിടെ നോക്കിയോ. ഇവിടെ നോക്കിയോ, ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഹിയറിങ്ങിനെ സൂക്ഷിക്കണം. പക്ഷേ നമ്മുടെ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ നമ്മുടെ ചെവിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത ഹൈ ഡെസിബിൾ സൗണ്ട് ഉണ്ടാക്കുന്ന ഹോണ്, കാര്യങ്ങൾ, നോയ്സ് പൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ കംപ്ലീറ്റ് നിശബ്ദത, പിൻ ഡ്രോപ്പ് സൈലൻസ്, അതാണ് 0 ഡെസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ 10 ഡെസിബിൾ കൂടുമ്പോഴും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ അധികമായിട്ടാണ് കൂടുന്നത്. 10 മടങ്ങ് വെച്ചിട്ടാണ് ഓരോ, അതായത് ഇപ്പോൾ 10 ഡെസിബിളിൽ നിന്ന് 20 ഡെസിബിളായെന്ന് പോകുമ്പോൾ നമ്മുടെ സെൻസേഷൻ എന്ന് പറയുന്നതിൽ ഒരു 10 മടങ്ങ് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് ഡെസിബിൾ സൗണ്ട് ശബ്ദ തീവ്രതയുടെ അളവാണ്, പക്ഷെ നമുക്ക് അതായത് 10 മടങ്ങ് സെൻസേഷൻ ഉണ്ടാകും. അതായത് നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ 40 ഡെസിബിൾ ടു 50 ഡെസിബിൾ, ഇനി ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ 60 ഡെസിബിൾ വരെ പോവാം. ഹോൺ എന്ന് പറയുന്നത് സാധാ ഹോൺ 70 ഡെസിബിൾ, എന്നാൽ എയർ ഹോൺ 10 to 110. നമ്മുടെ കൊമ്പനും തുമ്പിക്കയൊക്കെ ബസ്സൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് അടിക്കുന്ന പി 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 എന്നടിക്കുന്ന ഹോണൊക്കെ 100 to 110 ഡെസിബിളാണ്. 80 ഡെസിബിളിന് മുകളിൽ ശബ്ദം കേട്ടാൽ നമുക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതിന് കൂടുതൽ സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ നോയ്സ് പൊല്യൂഷൻ ആണ് മാറും. നോയ്സ് പൊല്യൂഷൻ നമ്മുടെ മാനസികാരോഗ്യത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾ ഫാക്ഷൻ എന്ന് പറയുന്നത് മണവുമായി ബന്ധപ്പെട്ടതാണ്. അത് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.